സുഹൃത്തുക്കളെ, അൺമാസ്കിംഗ് അത്തീസം ആ ചാനലിൽ ഹംസ കാഞ്ഞിരപ്പള്ളിയുടെ വീഡിയോ ഉണ്ട്. ഹംസ കാഞ്ഞിരപ്പള്ളി എനിക്ക് തോന്നുന്നു ഫ്രീ തിങ്കറിലൊക്കെ അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് കൂടുതലും ഞാൻ കണ്ടിരുന്നത്. ഞാൻ മുസ്ലിമായി 2015 കാലഘട്ടത്തിലൊക്കെ അന്ന് ഭയങ്കര ഇസ്ലാമിസ്റ്റാണ്. അന്നൊക്കെ യുക്തിവാദം പറഞ്ഞിട്ട് എന്നോട് ഒരുപാട് വാദപ്രതിവാദങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്ന ആളാണ്. പക്ഷെ ഇപ്പോഴെന്ത് സംഭവിച്ചെന്ന് അറിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാൻ കണ്ടു. അപ്പോൾ താല്പര്യമുള്ളവർ നിങ്ങൾ അൺമാസ്കിംഗ് അത്തീസം എന്നുള്ള അവിടെ പോയിട്ട് കാണുക. അപ്പോൾ ആളിങ്ങനെ ഒരുപാട് പറയുന്നുണ്ടാവും. ഞാൻ ഏകദേശം വീഡിയോ മൊത്തമായിട്ടും കണ്ടു. അപ്പോൾ ആൾ പറയുന്നത് യുക്തിവാദം സംഖ്യസം കീഴടക്കിയിട്ടുണ്ട്. അത് ശരിയാണ്. ആൾ പറയുന്നത് ആര് പറഞ്ഞാലും അത് ശരിയാണ്. കാരണം കേരളത്തിലെ യുക്തിവാദം എന്ന് പറയുന്നത് വെസ്റ്റേൺ ഒരു സാമ്രാജ്യത്തെ അല്ല ഒരു വെസ്റ്റേൺ യുക്തിവാദമാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ഈ ഡോക്കിൻസ്, പിന്നെ ഈ മിഷണറി യുക്തിവാദം, അവരുടെ നറേറ്റീവ്സ് ഒക്കെ ഉണ്ട്. ഇവർ പഴയ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ പറ്റിയിട്ടൊക്കെ പറയും. അപ്പോൾ ആ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനിറ്റി എന്ത് ചെയ്തു എന്നുള്ളത് ഇവർ പറയുന്നില്ല, അത് അവിടെ മറച്ചു വെക്കും. അപ്പോൾ ആ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും എല്ലാം വൃത്തികേടുകൾ ചെയ്തിട്ടുണ്ട്. താരതമ്യേന വൃത്തികേടുകൾ ചെയ്തത് കുറവ് ഇസ്ലാമാണ്. കാരണം അത് ഇസ്ലാമിന് മെച്ചം കൊണ്ടൊന്നുമില്ല. ഇസ്ലാമിന് അത്രയും കുറച്ച് ഒരു പുതുമയുണ്ടായിരുന്നു. ഏറ്റവും അവസാനം വന്നത് ഇസ്ലാമായതുകൊണ്ട് ആ പുതുമ ഇസ്ലാമിനുണ്ടായിരുന്നതുകൊണ്ടും മറ്റ് രണ്ട് മതങ്ങളോട് മത്സരിച്ച് പിടിച്ചു നിൽക്കേണ്ട ഒരു കാര്യം ഇസ്ലാമിനുണ്ടായിരുന്നുണ്ട്. കാരണം മറ്റുള്ള മതത്തെക്കാളും നല്ലതൊന്ന് കൊണ്ടുവന്നാലല്ലേ പുതിയ മതത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു മെച്ചം ഇസ്ലാമിനുണ്ടായിരുന്നു. അതിപ്പോൾ ഇസ്ലാമിക് സ്പെയിനിലായാലും യൂതന്മാരോടുള്ള മനോഭാവത്തിലായാലും ഒക്കെ അത് പ്രകടമാണ്. എന്ന് വിചാരിച്ചിട്ട് ആധുനിക മൂല്യങ്ങളൊന്നും ഇസ്ലാമിനുമായിട്ട് യോജിക്കുന്നില്ല. അവിടെയൊക്കെ മതപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇസ്രായേൽ എന്നുള്ള രാജ്യത്തിനെ പറ്റിയിട്ട് ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് ചെയ്ത് കാണിക്കുന്നത് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മുഹമ്മദിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഇസ്രായേലിനെ ന്യായീകരിക്കുന്നവർക്ക് ഒരിക്കലും മുഹമ്മദിനെ കുറ്റം പറയാൻ പറ്റില്ല. ആക്രമിച്ചത് കൊണ്ട് ആ രാജ്യം അല്ലെങ്കിൽ ആ ഭൂപ്രദേശം ഞങ്ങൾ കൈയടക്കുന്നു എന്നൊക്കെയാണ് ഇവിടെ രവീന്ദ്രനെ പോലെയുള്ള നാസ്തിക സംഖ്യകൾ ന്യായീകരണമായിട്ട് പറയുന്നത്. ആക്രമിച്ചു, അത് ഞങ്ങൾ തിരിച്ചാക്രമിക്കും, അവിടെ കുട്ടികളും സ്ത്രീകളും ഒക്കെ പെടും, അതിലൊന്നാണ് കുഴപ്പമെന്ന് ചോദിക്കുന്ന കൊളാട്രൽ ഡാമേജസ് ഉണ്ട്. അപ്പോൾ ഇത് ന്യായം മുഹമ്മദിനും പറയാം, അല്ലേ? പറയാം. ഇങ്ങനെയുള്ള നാസ്തിക സംഖ്യകൾ അല്ലെങ്കിൽ ഈ അമേരിക്കൻ ഈ ഡബിൾ സ്റ്റാൻഡേർഡ് യുക്തിവാദമൊക്കെ കുറേയൊക്കെ പ്രശ്നമാണ്. തീർച്ചയായിട്ടും ഹംസ കാഞ്ഞിരപ്പള്ളി പറയുന്ന ഒരു കാര്യം സത്യമാണ്. എല്ലാ സ്ഥലത്തും മതമല്ല പ്രശ്നം. മതത്തിന് അധികാരത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പ്രശ്നം. മുമ്പ് മതം ഉപേക്ഷിക്കൂ മനുഷ്യനാകൂ എന്നുള്ളൊരു ക്യാമ്പയിനൊക്കെ വന്നിരുന്നു. അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് അഹന്ത ഉപേക്ഷിക്കൂ മനുഷ്യനാകുന്നതാണ്. അപ്പോൾ നമ്മൾ ആ അഹങ്കാരം, ഞാൻ വലിയ സംഗതിയാണെന്നൊക്കെ ഒരു മറ്റുള്ളവരോട് സഹകരിക്കുന്ന വിനയനായിട്ട് മാറുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. പിന്നെ വേറൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ മതം ഉപേക്ഷിച്ചതുകൊണ്ടോ മതമുള്ളായത് കൊണ്ടോ ഒന്നും നല്ലവനാകുന്നില്ല. പക്ഷെ മതത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ല. അപ്പോൾ ഒരാൾ മതം ഉപേക്ഷിച്ചത് കൊണ്ട് അയാൾ മറ്റുള്ളവരെ ചൂഷണം ചെയ്യില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം മതം ഉപേക്ഷിച്ച ആൾക്ക് ലോകത്തെ പറ്റിയിട്ട് കുറച്ചും കൂടി ബുദ്ധിപരമായിട്ട് നോക്കിക്കാണാൻ സാധിക്കുന്ന ആൾക്ക് മറ്റുള്ളവരെ ചൂഷണം ചെയ്യാൻ കൂടുതൽ സൗകര്യമുണ്ട്. അയാൾക്ക് അതിന് കൂടുതൽ പറ്റുകയും ചെയ്യും. ഒരാൾ മതം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഡേഞ്ചറും കൂടിയാണ്. ഒരു പാവപ്പെട്ട ഒരു സാധാ മതവിശ്വാസിയും ഒരു ചൂഷകനായ ഒരു യുക്തിവാദിയും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. നമ്മുടെ ഡേഞ്ചർ ഈ ചൂഷകനായ യുക്തിവാദിയാണ്. മറ്റാളെടുത്ത് ദൈവത്തിൻ്റെ പേര് പറഞ്ഞിട്ടൊന്ന് ഭയപ്പെടുത്തി കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ പിന്മാറും. ഉദാഹരണത്തിന് എനിക്ക് ദുബായിൽ ഇങ്ങനെ ജോലി സംബന്ധമായിട്ട് ഞാനൊരു അറബിയുടെ വീട്ടിൽ ജോലി ചെയ്തു. അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അയാൾ അഡ്വാൻസ് തന്നിരുന്നു, ബാക്കി പൈസ തരാനുണ്ടാവും. ജോലിയൊക്കെ കഴിഞ്ഞു അയാൾ എന്നോട് പണി നോക്കാൻ പറഞ്ഞു. എന്നിട്ട് പോലീസ് വന്നു, ഞങ്ങൾ തമ്മിൽ അടിയായി, അങ്ങനെയൊക്കെ ആയി. അപ്പോൾ എനിക്ക് പൈസ കിട്ടുന്നില്ല, കാരണം അവൻ്റെ നാടാണ്. അപ്പോൾ പോലീസുകാരും തീർച്ചയായിട്ടും ഇതൊക്കെ എന്നെ സ്വാധീനിച്ച ഒരു ഘടകങ്ങളാണ്. അപ്പോൾ അവൻ്റെ നാടാണ്, അവൻ പോലീസുകാർ, അവൻ്റെ ഇനി എന്ത് ചെയ്യും? എൻ്റെ മുന്നിൽ ആകെ ഒരു മാർഗമുള്ളൂ, വിശ്വാസത്തിൽ അല്ലെങ്കിൽ അവിടെ നമ്മളുടെ അതിൽ തൊട്ട് കളിക്കും. അപ്പോൾ ഞാൻ അവനോട് ഒരു ദിവസം രാത്രി മെസ്സേജ് വിട്ടു, നിൻ്റെ പൈസ തന്നില്ലെങ്കിൽ നിനക്ക് വമ്പം മാരക രോഗം വരും, ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, അങ്ങനെ രോഗം വന്നിട്ട് നിൻ്റെ പൈസ മൊത്തം തീരുന്നൊക്കെ പറഞ്ഞ് ഞാൻ നിന്നെ ക്ഷമിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അങ്ങ് വിട്ടു. അപ്പോൾ തന്നെ അവൻ റിപ്ലൈ ചെയ്തു, നീ പെട്ടെന്ന് വാ, നിനക്ക് ഞാൻ പൈസ തരാമെന്നൊക്കെ പറഞ്ഞ് എനിക്ക് പൈസ കൂടുതൽ തന്നു. ഞാൻ പറഞ്ഞു കൂടുതൽ പൈസ ഒന്നും വേണ്ട, എനിക്ക് കിട്ടാതെ തന്നാൽ മതി എന്നും പറഞ്ഞ് ഞാൻ പൈസ എനിക്ക് തന്നു. പക്ഷേ ഇതേ സംഗതി ഒരു വിശ്വാസി അല്ലാത്ത ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പോയിട്ട് പണി നോക്കണമെന്ന് പറയും.
അപ്പം അങ്ങനെ ചില മെച്ചങ്ങളും വിശ്വാസത്തിനെ കൊണ്ടുണ്ട്. പാപ്പാൻ ആനയുടെ വ്രണത്തിൽ തോട്ടി കയറ്റുന്നവർ തോട്ടി കയറ്റിയതാണ്. അപ്പം അങ്ങനെയുള്ള വ്രണങ്ങൾ ഉണക്കി കഴിഞ്ഞാൽ അങ്ങനെ മറ്റുള്ളവർക്ക് തോട്ടി കയറ്റാൻ പറ്റില്ല. നിങ്ങൾ ദൈവത്തിൻ്റെ പേരിൽ നിങ്ങളെ മുതലെടുക്കാൻ പറ്റില്ല. ദൈവം എന്ന് പറഞ്ഞിട്ട് യുദ്ധത്തിന് അയക്കാൻ പറ്റില്ല. അതിപ്പോൾ ഇസ്ലാം മാത്രമല്ല, ബൈബിളിൽ ഒരു 4 ആൾക്ക് കൃപാസനം എന്ന് പറഞ്ഞിട്ട് ഇവിടെ എത്രയോ മണ്ടന്മാരെ കേരളത്തിൽ പറ്റിക്കുന്നില്ലേ? അത് ആ ദൈവം ഒരു കുറച്ചും കൂടി പഴയ നിയമത്തിലെ മോശയുടെയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഇളക്കി വിട്ട് കഴിഞ്ഞാൽ തീവ്രവാദികൾ ഉണ്ടാക്കാം, ഈസി ആയിട്ട് ഉണ്ടാക്കാം. കാരണം അതിനുള്ള മരുന്ന് ആ ഗ്രന്ഥത്തിലുണ്ട്, ആ വിശ്വാസത്തിലുണ്ട്. ഇതേപോലെ ഇസ്ലാമിലുണ്ട് ഈ ദൈവം എന്നുള്ള അന്ധവിശ്വാസം. അപ്പൊ അതിനൊന്ന് ചെറുതായിട്ടൊന്ന് കലക്കി കഴിഞ്ഞാൽ, ഇപ്പൊ ഏത് മതം, ഹിന്ദു മതത്തിലായാലും ഒന്ന് കലക്കി കഴിഞ്ഞാൽ കിട്ടും. മറ്റുള്ളവരെ ചൂഷണം ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. കാരണം ദൈവത്തിന് പവർ ഉണ്ട്, പരലോകമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്സരസുകളുണ്ട്, അല്ലെങ്കിൽ ഇവിടെ മുന്തിരിത്തോപ്പുകളുണ്ട്, 1000 ഭാര്യമാരെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതികൾ എല്ലാ മതങ്ങളിലും ഉണ്ട്. ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും സ്വർഗത്തിൽ കിട്ടുമെന്നാണ് ക്രിസ്ത്യാനികൾ പറയുന്നത് അത്രേ. അപ്പൊ അതിലെല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാരെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചൂഷണം ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള ചൂഷണത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് മതം വിടണം, അല്ല മതം ഉപേക്ഷിക്കണം, അന്ധവിശ്വാസം ഉപേക്ഷിക്കണം എന്ന് പറയുന്നത്. ഇസ്ലാമിൽ ഒരു പുരുഷന് 4 കല്യാണം കഴിക്കാം, സ്ത്രീക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. ഒരു പുരുഷന് അടിമ സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. പക്ഷെ ഒരു മുസ്ലിം സ്ത്രീക്ക് തൻ്റെ അടിമ പുരുഷനുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റില്ല. അത് ഇരട്ടത്താപ്പല്ലേ? മാത്രമല്ല നാളെ സ്വർഗത്തിൽ അള്ളാഹുവിനെ പേടിച്ചിട്ടൊക്കെ തൻ്റെ ഭർത്താവ് വേറെ കിട്ടുന്നത് അനുവദിക്കുന്ന സ്ത്രീകളുണ്ട്. കാരണം എന്താ? വിശ്വാസം. അപ്പൊ അങ്ങനെയുള്ള ജനാധിപത്യപരമല്ല, അത് സമത്വമില്ലാത്ത കാര്യങ്ങൾ. സമത്വം എന്നൊക്കെ പറയുമ്പോൾ ഈ കേരളത്തിലെ മിക്ക വ്യക്തിവാദികളും സർക്കാർ ജോലിക്കാരാണ്, അവർക്ക് പെൻഷന് കിട്ടുന്നുണ്ട്. അതിലെന്താണ് സമത്വം എന്നൊക്കെ നമ്മള് നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മളെക്കാളും ബുദ്ധി കൂടിയ ആൾക്കാരാണ്. അവർ പറയുന്നുണ്ട് ഞങ്ങളിവിടെ ഇൻകം ടാക്സ് കൊടുക്കുന്നുണ്ട്, GST കൊടുക്കുന്നുണ്ട്, അത് കൊടുക്കുന്നുണ്ട്, ഇത് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടുന്നത് സർക്കാർ ജീവനക്കാർക്കാണ്, ഞങ്ങൾക്ക് എന്ത് കിട്ടുന്നതെന്ന് അവർ ചോദിക്കുന്നു. അതും തീർച്ചയായിട്ടും നിയമത്തിന്റെ മുന്നിൽ, രാജ്യത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരായിരിക്കണം, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ, അതിൽ ഇരട്ടത്താപ്പ് കേരളത്തിലെ യുക്തിവാദികൾക്കുണ്ട്, സംഘീയ യുക്തിവാദികൾക്കുണ്ട്. അവർ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും കാരണം ഇസ്ലാമാണ്. ശരിക്കും ഒരിക്കലും അല്ല. ഇത് ഇവിടെ BJPക്ക് സുരേന്ദ്രൻ അധികാരത്തിൽ വരാനും പക്ക സംഘികളായിട്ടുള്ള ആളുകൾ, ഞങ്ങൾ സംഘികളാണ്, BJPക്ക് വോട്ടിടണം എന്നൊക്കെ പറഞ്ഞ ആളുകൾ, എസൻസിലെ ആളുകൾ, രവിചന്ദ്രൻ ഡെയിലി ഒന്ന് വന്നിരുന്നിട്ട് ഇസ്രായേലിന് വേണ്ടി വാദിക്കും. UN എന്നൊക്കെ പറഞ്ഞാൽ വെറും വൃത്തികെട്ട സാധനമാണ്, എന്ത് UN എന്നൊക്കെ വേണ്ടി ചോദിക്കും. അന്താരാഷ്ട്ര ഏജൻസിയാണ്, അതിന് കഴിവൊന്നുമില്ല, എന്നാലും അതിനൊക്കെ അവഹേളിക്കും. ആർക്ക് വേണ്ടി? ഇസ്രായേലിന് വേണ്ടി, ഒരു ജൂതരാഷ്ട്രത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അവര് പറയുന്നത്, ഈ രവീന്ദ്രൻ പറയുന്ന ഒരു മൈനോറിറ്റിയാണ്. എന്ത് മൈനോറിറ്റി? ഇറാനിലൊക്കെ ജൂതന്മാർക്ക് സംവരണമുണ്ട്, പാർലമെന്റിൽ MP ആവാൻ പറ്റും, അവിടെ ജയിക്കേണ്ട കാര്യം തന്നെ. അവിടെ ഇറാനിലെ കാര്യമാണ് ജൂതന്മാർ മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അവിടെ ജൂതന്മാർക്കെതിരെ ആക്രമണങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അഡ്രസ് ചെയ്യണം. ഇസ്രായേലിൽ ജൂതന്മാർ മെജോറിറ്റിയാണ്. അവിടെ മറ്റുള്ളവരുടെ മേൽ ജൂത മതം അടിച്ചേൽപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ മുസ്ലിങ്ങൾ ചെയ്യുന്നില്ലെന്ന് ചോദിക്കും. മുസ്ലിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ജൂതന്മാർ ചെയ്യുന്നത് ശരിയാവോ? അതെന്ത് വർത്താനാണ് പറയുന്നത്? നിങ്ങളെന്താണ് പറയേണ്ടത്? അവിടെ മതേതര രാഷ്ട്രം വരണം, അല്ലെങ്കിൽ രണ്ടുപേരും മതത്തിന് അടിസ്ഥാനത്തിൽ 2 രാഷ്ട്രങ്ങളാക്കിക്കോട്ടെ എന്നാണ് പറയേണ്ടത്. ഇത് ഈജിപ്തുകാരുടെ നിന്ന് ഓടി വന്നാണ് പലസ്തീനികൾ. പലസ്തീനിലെ രാഷ്ട്രമില്ല, പലസ്തീൻ തന്നെ ഇല്ല, ഇസ്രായേൽ മാത്രമാണ്. ഖുറാനിൽ പലസ്തീനുണ്ടോ? ഖുറാനിൽ ഇസ്രായേൽ മാത്രമല്ലേ ഉള്ളൂ, ബൈബിളിൽ ഇസ്രായേൽ മാത്രമല്ലേ ഉള്ളൂ. ഇതൊക്കെ എന്ത് ചോദ്യമാണ്? ഖുറാനിൽ കേരളം ഒന്നുണ്ടോ? ബൈബിളിൽ കേരളം ഒന്നുണ്ടോ? ബൈബിളിൽ കാസർഗോഡ് ഒന്നുണ്ടോ? എന്നിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഹിന്ദുക്കളും മറ്റേ ഇവരൊക്കെ ഈ തൃശ്ശൂലൊക്കെ വന്ന് കയറ്റിയിട്ട് എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുക, അല്ലെങ്കിൽ എന്നെ അവിടെ നിന്ന് കയറുന്നത് ചൊറിയുക. അപ്പോൾ ഞാനിങ്ങനെ റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ എന്നെ തെരുവിളിക്കുക. അപ്പോൾ ഞാൻ ദേഷ്യം പിടിച്ചിട്ട് പ്രതികരിച്ച് കഴിഞ്ഞാൽ എന്നെ തീവ്രവാദിയാക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ആട്ടി പുറത്താക്കിയിട്ട് പിന്നെ എന്നോട് ചോദിക്കുകയാണ്, ബൈബിളിലുണ്ടോ കാസർഗോഡ്? അല്ലെങ്കിൽ ബൈബിളിൽ കാസർഗോഡ് മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നുണ്ടോ? ഭഗവത്ഗീതയിൽ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നുണ്ടോ കാസർഗോഡ്? ഖുറാനിൽ കാസർഗോഡ് മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എന്ത് ലോജിക്കാണ്? അതെനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഖ്യകളൊക്കെ നേരിടാൻ തീർച്ചയായിട്ടും നമ്മളൊരു പ്ലാറ്റ്ഫോമൊക്കെ ഒരുക്കുന്നു വളരെ ശക്തമായിട്ട്. കാരണം മിക്കവരും ഈ എസൻസിലൊക്കെ പോകുന്നത് മറ്റുള്ളവർ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പൊ രവിയൊക്കെ ചില സമയത്തൊക്കെ ചോദിക്കാറുണ്ട്, തല്ലുന്നവന് എന്ത് തല്ലുന്നവൻ? രവി പറഞ്ഞത് മനുസ്മൃതി ഒന്നും ഇപ്പൊ നിലവിലില്ല എന്നാണ്. മനുസ്മൃതി നിലവിലുണ്ട്. ഇവിടെ അടിമ ഭോഗം ഒക്കെ നിരോധിച്ചു. അടിമ പല ടൈപ്പിൽ പല സംഗതികളൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ട്. അത് വേറെ കാര്യം, അതിൽ വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. അടിമകൾ എന്തുകൊണ്ടില്ലാതായി, എന്തുകൊണ്ട് നിരോധിച്ചു, അതൊക്കെ കാലഘട്ടത്തിന്റെ സംഗതികളാണ്. ഇനിയിപ്പോൾ കുറെ കഴിഞ്ഞാൽ അറവൊക്കെ നിരോധിക്കും.
അത് നമ്മൾ അതിനനുസരിച്ച് പുരോഗമിക്കുമ്പോൾ ഓരോരോ കാര്യങ്ങളൊക്കെ നിരോധിക്കും. അല്ലാതെ ഇവിടെ ചൂഷണമുക്തമായത് കൊണ്ടൊന്നുമല്ല, മറ്റുള്ളവർ ചൂഷണം ചെയ്യരുതെന്ന് വിചാരിച്ചിരുന്നില്ല. ഇന്നും എല്ലാ സ്ഥലത്തും ചൂഷണം ചെയ്യുന്നുണ്ട്. അതൊക്കെ വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യും, യുക്തിപരമായിട്ട് റാഷണലായിരിക്കണം, വിത്ത് എവിഡൻസ് പ്രൂഫ്, തെളിവുകൾ നയിക്കട്ടെ എന്ന് എല്ലാ തത്വത്തിൽ നമ്മൾ നിൽക്കണം. പക്ഷെ അത് ഒരു പുസ്തകത്തിലൂടെ ഒരു മീഡിയയിലൂടെ നിങ്ങളെ ധരിപ്പിച്ചതായിരിക്കരുത്. ഓക്കെ, നമ്മൾ എല്ലാ സ്ഥലത്തും വിശ്വസനീയമായ അല്ലെങ്കിൽ അംഗീകരിക്കാവുന്ന സ്ഥലത്തു നിന്ന് വന്നതാണോ അതൊക്കെ നമുക്ക് നോക്കണം. നമുക്കിപ്പോൾ അംഗീകരിക്കാവുന്ന ഏജൻസി എന്ന് പറഞ്ഞാൽ UN ആണ്. കാരണം അത് എല്ലാ രാജ്യങ്ങളും ഡാറ്റ കൊടുത്ത് രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്. പക്ഷെ അതിനൊരുപാട് പോരായ്മകളുണ്ടെങ്കിലും അതിനേക്കാൾ മെച്ചപ്പെട്ടൊരു സംവിധാനം നമ്മുടെ കയ്യിലില്ലാത്തത് കൊണ്ട് നമുക്കതിനെ അംഗീകരിക്കുന്ന വൃത്തിയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഏജൻസികൾ തരുന്ന ഡാറ്റകളൊക്കെ നമ്മൾ അനലൈസ് ചെയ്ത് നമ്മൾ ചർച്ച ചെയ്ത് വേണം നമ്മൾക്ക് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഹംസഭായിനെ പോലെയുള്ള ആളുകൾ ചിലപ്പോൾ ഞാൻ മുസ്ലിമാണെന്നൊക്കെ പറഞ്ഞു പോകും. ഹംസഭായിയുടെ പ്രസംഗം കേട്ടിട്ട് ഹംസഭായി പറയുന്നത് തൗഹീദ് പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിലെനിക്ക് ആകെ കൂടി വ്യക്തമായത് സംഗതി ഇതാണ്. സംഖ്യനാസ്തികർക്കെതിരെ ഉള്ളൊരു പ്രതിഷേധം എന്ന നിലയിലാണ് ആൾ പോയിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോൾ അക്ബറിനെ പോലെ സ്നേഹ സംവാദങ്ങളൊക്കെ നടത്തണം. അപ്പം അതിന് പ്ലാറ്റ്ഫോം രൂപീകരിക്കണം. അപ്പം എനിക്കൊരുപാട് വ്യക്തിപരമായ ഒരുപാട് പിടിവാശികളുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഒരു വലിയൊരു ആൾക്കാരെ ഒന്നിച്ചുകൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകൾ, അടി ഇതൊന്നും സഹിക്കാനുള്ള ത്രാണിയില്ലായ്മ അല്ലെങ്കിൽ ഒരു അനിഷ്ടം ഇതൊക്കെ ഉണ്ട്. പക്ഷെ എന്താ ചെയ്യുക, അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. എന്തായാലും മുങ്ങി നനഞ്ഞു കുതിർന്നു. അപ്പോൾ എനിക്ക് ആ വഴിയിലോട്ട് അങ്ങ് മുന്നോട്ട് പോകും. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വൈകിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വ്യക്തിപരമായിട്ട് ഫൈനാൻഷ്യലൊക്കെ ഭയങ്കര തളർന്ന അവസ്ഥയിലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാവട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ, നമ്മൾ ഇപ്പോൾ അതിപ്പോൾ ഏത് കാലത്ത് ശരിയാവാനാണ്. അപ്പോൾ നമ്മൾ സംഘടനയാകുമ്പോൾ ആ സംഘടനയുടെ അക്കൗണ്ടിലേക്ക് ആളുകൾക്ക് പൈസ, ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് ഞാനിപ്പോൾ പറ്റിക്കുന്നുണ്ട് ഫിറോസിനെ പോലെയൊക്കെ ആയാലും ഒരു ഉറപ്പില്ലല്ലോ. അപ്പോൾ നമുക്കൊരു പരസ്പരം ലോക്കുള്ള നിയന്ത്രണമുള്ള ഒരു അങ്ങനെയാണല്ലോ നമ്മളുടെ ഒരു ചെക്ക് ആൻഡ് ബാലൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലേക്ക് സംഘടനയെ മാറ്റിയെടുക്കണം, അല്ലെങ്കിൽ സംവിധാനം മാറ്റിയെടുക്കണം. അങ്ങനെ ആകുമ്പോൾ പലർക്കും പല കഴിവായിരിക്കും. ചിലർക്ക് സംഘാടനത്തിൽ ഭയങ്കര കഴിവായിരിക്കും. ഇപ്പോൾ മാർക്കോ എന്നുള്ള പടത്തിൽ അഭിനയിക്കുന്നത് ഉണ്ണിയാണെങ്കിലും ആ സംവിധാനം ചെയ്തിട്ടുള്ളത് ഹനീഫാണ്. പക്ഷെ ഹനീഫിനെ ആർക്കും അറിയില്ല. പക്ഷെ അദ്ദേഹം ആ സംവിധാനത്തിൽ മികവുണ്ട്, കാശിറക്കാൻ മറ്റാൾക്ക് മികവുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഒന്നിച്ചു കൂടുമ്പോഴാണ് നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടാകും. അതേപോലെ കഴിവുള്ള ആളുകൾ, ഓരോ മേഖലയിൽ കഴിവുള്ള ആളുകളൊക്കെ കൂടി ചേർന്നിട്ട് പ്രവർത്തിക്കണം. അതുമാത്രമല്ല, നമ്മൾ ഓരോ സ്ഥലത്തും നല്ല നല്ല കൂട്ടായ്മകൾ ഉണ്ടാക്കണം. അത് ചിലപ്പോൾ പിന്നീട് പല മേഖലകളിൽ നിന്നും ശോഭിക്കാൻ അവനവൻ്റെ വ്യക്തിത്വം കൂടുതൽ മൂല്യമുള്ളതാക്കാനൊക്കെ ഉപകരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ആർക്കെങ്കിലും ഇങ്ങനെ സംഖ്യകളോടൊക്കെ പ്രതിഷേധം തോന്നിയിട്ട് ഇസ്ലാം മതത്തിലോട്ട് പോകണമെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അവിടെ സംവിധാനം ഒരുക്കും, ചർച്ചയൊക്കെ ചെയ്ത് തീരുമാനിക്കാം കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ വിശാലമായിട്ട് ചിന്തിക്കണം. എനിക്കെന്തായാലും ഒരിക്കലും ഇസ്ലാം ആവാൻ കഴിയില്ല. കാരണം ഒന്നുമില്ല, കാരണം ഒരു മതക്കാരനാവാനും പറ്റില്ല. ഇസ്ലാം ഒന്നും ഒരു മതക്കാരനാവാനും പറ്റില്ല, അല്ലെങ്കിൽ ഒരു വർഗീയവാദി ആവാൻ പറ്റില്ല. കാരണം ഇതിൻ്റെയൊക്കെ ഇരയായിട്ടുള്ള ആളാണ്. ഈ ഒരു ഇരയുടെ ഭാഗത്തു നിന്നും മതവർഗീയതയും മറ്റുള്ള ഭാഷാവർഗീയതയും നല്ല വർഗീയതയൊക്കെ കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ മോചനം ഉണ്ടാവുക എന്നുള്ളതൊക്കെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അത് എത്രത്തോളം നടക്കുമെന്ന് അറിയില്ല. പക്ഷെ നമ്മളെ കൊണ്ടാവുന്ന വിധം ശ്രമിക്കുക എന്നുള്ളതുള്ളൂ. എനിക്ക് മുമ്പൊക്കെ വളർത്തിക്കളയാം എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. നമ്മളെക്കൊണ്ട് പറ്റാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവരും നമ്മളെപ്പോലെ ചിന്തിക്കണമെന്നൊന്നുമില്ല. ഇത് സിനിമയൊന്നുമല്ലല്ലോ നമ്മൾ എഴുതിയ പോലെ മറ്റുള്ളവർ പ്രവർത്തിക്കാൻ വേണ്ടി. നമ്മളെ കൊണ്ട് ആവുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. നമ്മളുടെ ഒരു സുഖം മറ്റുള്ളവർക്കും സുഖം എന്നുള്ള രീതിയിൽ. അല്ലാതെ ലോകം മാറ്റിക്കളയാം അങ്ങനെയുള്ള വ്യാമോഹങ്ങളൊന്നും ഇപ്പോഴേ ഇല്ല. പക്ഷെ നമ്മളുടെ സമയം, ജീവിതം കുറച്ചും കൂടി മൂല്യവത്താക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരു പ്ലാറ്റ്ഫോം എന്തായാലും തുടങ്ങണം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ ശരി.